ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി ഏതാണ്ട് 3.5 മാസം തികയുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് അത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ്. അമേരിക്ക ഇപ്പോൾ എടുക്കുന്നൊരു നിലപാട് പാലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലും പാലസ്തീനും 2 രാജ്യങ്ങളായി ഇരിക്കുക, അങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന നിർദ്ദേശം ഏറ്റവും ഒടുവിലായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അറബ് ലോകവും അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ മണിക്കൂറുകളിൽ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാലസ്തീൻ എന്നത് സ്വതന്ത്ര രാജ്യം രംഗത്ത് വരാൻ, അത് പ്രഖ്യാപിക്കാൻ തയ്യാറല്ല, ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല എന്നുള്ള നിലപാടെടുത്തതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകളുടെ പിന്തുണയോടെയാണ് അദ്ദേഹം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരം തന്നെ ക്ലാസിൽ തൂങ്ങുന്ന അവസ്ഥയാണ്. സുപ്രീം കോടതി തനിക്കെതിരെ വിധിക്കും എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിയപ്പോഴാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വെട്ടിക്കളഞ്ഞത്. ഹമാസ് ആക്രമിച്ചതിന്, ഒക്ടോബർ 7 ആക്രമിച്ചതിന് തൊട്ടുപിറകെ ഇത്രയും രൂക്ഷമായ യുദ്ധം തുടങ്ങിയതും അധികാരം നിലനിർത്തുക എന്നുള്ളൊരു വലിയ അജണ്ട നെതന്യാഹുവിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം കൂടുതൽ വഷളാവുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 3.5 മാസത്തെ യുദ്ധത്തിൻ്റെ ഒരു ബാക്കി പത്രം എടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ഇത്രയധികം കൂട്ടക്കുരുതി നടന്നൊരു യുദ്ധം ചെറിയ കാലത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ലോകമഹായുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നില്ല, തീർച്ചയായിട്ടും വർഷങ്ങൾ 4, 5 ഒക്കെ വർഷം നീണ്ടുന്ന യുദ്ധങ്ങളാണ്. പക്ഷേ 3.5 മാസം പിന്നിടുമ്പോഴേക്കും അവിടെ 400,000-ലേറെയായി മരണസംഖ്യ എത്തിയിരിക്കുന്നു. അതിലേതാണ്ട് 20,000-ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. ഗസയിൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് യുദ്ധം ഹമാസിനേക്കാൾ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വയ്ക്കുന്നു എന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ലോക മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുകയാണ്. പക്ഷേ ഐക്യരാഷ്ട്രസഭ പറയുന്നു, ലോകരാജ്യങ്ങൾ പറയുന്നു, അമേരിക്ക അടക്കം ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികൾ പറയുന്നു, ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ ഒരു കടുംപിടുത്ത നിലപാട്, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവർ പറയുന്നു, ഞങ്ങൾ കൊണ്ടുപോയ ബന്ദികളിൽ 105 പേരെ വിട്ടയച്ചു, ബാക്കിയുള്ളവരെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ യുദ്ധം നിർത്തണം. ഇസ്രായേൽ പറയുന്നു, യുദ്ധം മാസങ്ങളോളം നീണ്ടു നിൽക്കും, ഹമാസ് പൂർണ്ണമായും കീഴടങ്ങാതെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. അപ്പോൾ ഏറ്റവും അവസാനമായി തെക്കൻ ഗസയിലാണ് ഏറ്റവും രൂക്ഷമായ യുദ്ധം നടക്കുന്നത്. അത് തെക്കൻ ഗസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഖാൻ യൂനിസിൽ, അതിൻ്റെ തൊട്ടടുത്തുള്ള റഫ ഈജിപ്ത് അതിർത്തിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 2 സ്ഥലങ്ങളിലും ആണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത്. വടക്കൻ ഗസയിലാണ് ആക്രമണം ആരംഭിച്ചത്. അവിടെ നിന്ന് പറഞ്ഞ എല്ലാവരോടും തെക്കൻ ഗസയിലേക്ക് പോയിക്കൊള്ളൂ. തെക്കൻ ഗസയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയും യുദ്ധമായി. അതിനിടയിൽ മധ്യ ഗസയിലും യുദ്ധമായി. റഫയിൽ യുദ്ധം നടത്തുന്നു. ഈ ലക്ഷക്കണക്കിന് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ സ്ഥലമില്ല. 23 ലക്ഷം പേരുണ്ട് ഗസയിൽ. അവിടെ നിന്ന് ഏതാണ്ട് 20 ലക്ഷത്തിലേറെ പേർക്ക് ഭവനം വിട്ട് അവർ ഓടുകയാണ്, കുഞ്ഞുങ്ങളടക്കം. ഇതൊരു വല്ലാത്ത ചിത്രമാണ് ഈ പാലസ്തീൻകാരുടേത് ഗസയിലുള്ളത്. അപ്പോൾ ആ തരത്തിൽ യുദ്ധം കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ്. അതിനിടയിൽ അൽ-ഷിഫ അടക്കം പ്രധാനപ്പെട്ട 40-ലേറെ വൻ ആശുപത്രികൾ ഇസ്രായേൽ സേന ആക്രമിച്ചു. അവിടെയൊന്നും ഇപ്പോൾ രോഗികളെ കയറ്റാനാവുന്നില്ല, പട്ടിണിയാണ്. ഗസയിലേക്ക് റഫ ബോർഡറിലൂടെ ഭക്ഷണം വരുന്നില്ല, വലിയ പട്ടിണിയിലേക്ക് നീങ്ങുന്നു. പകർച്ചവ്യാധികളുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉറങ്ങാനില്ലാതെ പരസ്യമായിട്ട് തെരുവിലാണ് കിടന്നുറങ്ങുന്നത്. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് യുദ്ധം വീണ്ടും രൂക്ഷമാകുന്നതിൻ്റെ സൂചനകൾ കാണുന്നത്. ഈ ഖാൻ യൂനിസിൽ വളരെ ശക്തമായ യുദ്ധമാണ് ഹമാസുമായിട്ട് നടക്കുന്നത്. ഹമാസും വെറുതെ വിടുന്നില്ല. ഇസ്രായേലിൻ്റെ സൈനികരിൽ 200-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ വരുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മരണസംഖ്യ ഉണ്ടെന്ന് പറയുന്നതെന്ന് മാത്രമല്ല, ഇസ്രായേലിലെ 1000-കണക്കിന് സൈനികർ അവർ ഇസ്രായേലിലെ ആശുപത്രികളിൽ കൊണ്ടുപോയി ചികിത്സയിലാണ്. അതിൻ്റെ കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ല. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിടിച്ചടക്കാമെന്ന രീതിയിൽ അവർ തുടങ്ങിയതാണ്. പക്ഷേ ആ തരത്തിലൊന്നും യുദ്ധം വിജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു, ഇത്
മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരിക്കും. കാരണം ഭൂഗർഭ അറകളിലും തുരങ്കങ്ങളിലും ഇരുന്ന് ഒളിയുദ്ധം നടത്തുകയാണ് ഹമാസ്. ഹമാസിന് 40,000-ലേറെ സേനയുണ്ട്. ഒരുപക്ഷെ 7,000-8,000 പേരെ വധിച്ചുവെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലി സേന. പക്ഷേ ഇനിയും കിടക്കുകയാണ് 30,000-ലേറെ ഒളിപ്പോരുകാർ. അവരെ ജനങ്ങളെ ഷീൽഡാക്കി കവർ ചെയ്തുകൊണ്ട് ഇവർ യുദ്ധം നടത്തുന്നത് കൊണ്ടാണ് സാധാരണക്കാർ കൊല്ലപ്പെടുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. എന്തായാലും യുദ്ധം പോകുന്നതനുസരിച്ച് ദുരിതങ്ങളും വളരുകയാണ്. ഇതിനെതിരെയുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതികരണങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. മറ്റു ഏജൻസികൾ, ഹൂതികൾ, ഹമാസ്, ഇപ്പോഴത്തെ ഹിസ്ബുള്ള അടക്കം ഇറാൻ്റെ പിന്തുണയുള്ള സംഘടനകളൊക്കെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരുവിട്ട് പടർന്ന് കയറുകയാണ്.